വിശുദ്ധ യൗസേ പിതാവിനോടുള്ള സമർപ്പണം. 24-ാം ദിവസം. മരിക്കുന്നവരുടെ ശരണമായ യൗസേപ്പ്. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ധ്യാനം. യൗസേപ്പിനെ പോലെ ജീവിക്കാൻ കഴിയുക ഭാഗ്യകരമാണ്. അവനെപ്പോലെ മരിക്കാൻ കഴിയുക അതിലേറെ ഭാഗ്യകരം. പ്രിയമകൻ്റെ മടിയിൽ തലചാരിയും പരിശുദ്ധ മറിയത്തിൻ്റെ കൈകളോട് ചേർന്നിരുന്നും മരിക്കാനാവുക എത്രയോ സുന്ദരം. യൗസേപ്പിൻ്റെ മരണം ഏതൊരാളെയും ആകർഷിക്കുന്നത് തന്നെ. അതുപോലെ മരിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് മരിക്കുന്നവരുടെ ശരണമായി യൗസേപ്പ് അറിയപ്പെടുന്നത്. മരണം ഏറെ വേദനാജനകമാകാൻ 3 കാരണങ്ങൾ കാണാം. ഒന്നാമതായി, ജീവിതത്തെ നാം അത്രയേറെ സ്നേഹിക്കുന്നു. രണ്ടാമതായി, ആത്മാവും ശരീരവും വേർപിരിയുന്നതിനേക്കാൾ വേദനാജനകമായി മറ്റൊരു വേദനയുമില്ല. മൂന്നാമതായി, മരണശേഷമുള്ള ജീവിതവും അന്ത്യവിധിയും മനുഷ്യനിൽ ആശങ്കകൾ ജനിപ്പിക്കുന്നു. ഇതോടൊപ്പം പ്രിയപ്പെട്ടവരോടും സുഹൃത്തുക്കളോടും എന്നേക്കുമായി വിട പറയുക എളുപ്പമല്ലല്ലോ. മരിക്കുന്ന ഒരാത്മാവിനെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും തള്ളിയിടുവാൻ പിശാച് തക്കം പാർത്തിരിക്കുകയാണ്. അന്ത്യസമയത്ത് ദൈവത്തിലേക്ക് തിരിയുന്ന ആത്മാക്കളുണ്ട്. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ദുഷ്ടൻ്റെ അവസാന തന്ത്രമാണ്. ഇതുകൊണ്ടാണ് ഈശോ മറിയം യൗസേപ്പേ എന്ന ജപം കാതുകളിൽ ഓതിക്കൊടുക്കാൻ പൂർവികർ ഉപദേശിക്കുന്നത്. ജനിച്ചു വീഴുന്ന പൈതലും മരിച്ചു പോകുന്ന ആത്മാവും കേൾക്കേണ്ടത് ഈ വിശുദ്ധ ജപമാണ്. നിന്റെ കൈകളിൽ എൻ്റെ പ്രാണനെ ഞാൻ തരുന്നു എന്ന് പറഞ്ഞില്ലേ രക്ഷകൻ മരിച്ചത്. യൗസേപ്പിനെ മരണത്തിനൊരുക്കാൻ ഈശോ ഉണ്ടായിരുന്നു. നമ്മെ ഒരുക്കാൻ വത്സനായ യൗസേപ്പ് ഉണ്ടാകും. ബെത്ലഹേമിൽ ഉണ്ണിയെ കൈകളിലെടുത്തത് യൗസേപ്പാണ്. എന്നാൽ മരണസമയത്ത് യൗസേപ്പിനെ കൈകളിലെടുത്തത് ഈശോയാണ്. എത്ര മനോഹരമാണ് വിശുദ്ധ യൗസേപ്പേ അങ്ങയുടെ മരണം. ഒരുക്കമില്ലാത്തതും പെട്ടെന്നുള്ളതുമായ മരണത്തിൽ നിന്നും യൗസേപ്പ് നമ്മെ കാത്തുകൊള്ളും. ഈശോയുടെ കൈകളിൽ ശാന്തമായി പ്രാണനെ അർപ്പിച്ച ഈ വത്സരതാതൻ നമ്മെയും ജീവിതത്തിൻ്റെ മാത്രമല്ല മരണസമയത്തും പരിരക്ഷിക്കും. നമുക്ക് യൗസേപ്പിൻ്റെ അടുത്തേക്ക് പോകാം. ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കും മുമ്പ് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു യൗസേപ്പ്. കാരണം ഇനി മുതൽ ഇവൻ്റെ യഥാർത്ഥ പിതാവ് അബ്ബായാണെന്ന് എല്ലാവരും അറിയണം. കുരിശുമരണ സമയത്ത് അമ്മയെ യോഹന്നാന് ഭരമേൽപ്പിച്ചതും അതുകൊണ്ടാണല്ലോ. സഭയുടെ അമ്മയായി അവളുണ്ടാകണം. യൗസേപ്പ് ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും കുരിശിന് കീഴെ ഉണ്ടായേനെ. ഈശോയെയും മറിയത്തെയും പരിരക്ഷിക്കാനും വളർത്താനും ഒരുപാട് കുരിശ് ചുമന്നതാണ്. അതുകൊണ്ട് കുരിശുമരണത്തിൻ്റെ വേദനയിൽ യൗസേപ്പ് തകരേണ്ടതില്ലെന്ന് ആബാ പിതാവ് തീരുമാനിച്ചിട്ടുണ്ടാകും. ഓരക്ഷകനായ ഈശോയെ, സ്വർഗപിതാവിൻ്റെ മാറിൽ ചാഞ്ഞ് നീ പ്രാണനെ അർപ്പിച്ചു. നിന്റെ മാറിൽ ചാഞ്ഞ് നിന്റെ വത്സരതാതൻ പ്രാണൻ അർപ്പിച്ചു. യൗസേപ്പിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങളുടെ ആത്മാവിനെ നിങ്ങളിൽ ഭരമേൽപ്പിക്കാൻ സഹായിക്കണമേ. ഓ ഈശോയെ, യൗസേപ്പിതാവ് മരിച്ചപ്പോൾ നീ കരഞ്ഞിരുന്നുവോ? സുഹൃത്തായ ലാസർ മരിച്ചപ്പോൾ പോലും ദുഃഖമടക്കാനാവാതെ നീ കരഞ്ഞെങ്കിൽ തീർച്ചയായും നീ വേദനിച്ചു കാണും. വേദനയോടെ അപ്പൻ്റെ കൺപോളകൾ നീ അടച്ചു. അടക്കത്തിനുള്ള സകലത നീ തന്നെ ചെയ്തു. നിന്റെ ബഹുമാനവും ആദരവും സ്വീകരിച്ച് നിന്നിലേക്ക് എടുക്കപ്പെടാൻ അവസരം ലഭിച്ച യൗസേപ്പ് നിന്നിൽ ഒന്നായി. സ്നേഹം മരണം ആവശ്യപ്പെടുന്നുണ്ടല്ലോ. യൗസേപ്പ് ഈശോയെ സ്നേഹിച്ചു മരിച്ചു. ഭാഗ്യപ്പെട്ട ജീവിതവും മരണവും കിട്ടാൻ എനിക്കും ആ വഴി തന്നെ യാത്രയാകണം. എൻ്റെ സ്നേഹത്തിൽ സ്വാർത്ഥതയുണ്ട്, അഹന്തയുണ്ട്. എന്നോട് മരിക്കാൻ നീ സഹായിക്കണമേ. പ്രാർത്ഥന. മരിക്കുന്നവരുടെ ശരണമായ ഭാഗ്യപ്പെട്ട യൗസേപ്പേ, പെട്ടെന്നും ഒരുക്കമില്ലാത്തതുമായ മരണത്തിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ആമേൻ.